ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇന്നൊരു വീഡിയോ ഞാൻ ഓരോരുത്തരും ചോദിക്കുന്ന കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും ചോദിക്കുന്നത് കുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് തന്നെ ഒരു അതിശയമായിട്ടാണ് കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്തു, ഈ ടോപ്പിക്ക് മനസ്സിൽ വിചാരിച്ചിട്ട് ഇന്ന് പുട്ടായിരുന്നു കേട്ടോ, അരിപ്പുട്ട്. ബീഫ് കറി ഉണ്ടായിരുന്നു. ഞാൻ ഇത് മനസ്സിൽ ആലോചിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പുട്ടുവാരി തിന്ന് തൊണ്ടയിൽ അടച്ചിട്ട് മുകളിലോട്ടും പോകുന്നില്ല, താഴോട്ടും കണ്ണും തള്ളി നിന്നു. ഞാൻ മരിച്ചു എന്നേ വിചാരിച്ചു കേട്ടോ. ഹസ്ബൻഡ് പോയി. ഹസ്ബൻഡിന് അവർക്ക് 9:30 പോകണമല്ലോ. അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത് തിന്നാനായിട്ട്. സാധാരണ ഞങ്ങൾ ഒരുമിച്ചിരിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. വെള്ളം അടുത്തുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എല്ലാവരും പറയും ഇങ്ങനെ പുട്ട് മാത്രമായിട്ട് തൊണ്ടയിൽ പോകുമ്പോൾ അടയ്ക്കും എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് പുട്ടൊക്കെ എന്തെങ്കിലും നനച്ചിട്ട് കൊടുക്കുക കേട്ടോ. വറപ്പുട്ട് ഇങ്ങനെ തമിഴിലൊക്കെ പറയില്ലേ, പുട്ട് വാരി കഴിക്കരുത്. തൊണ്ടയിൽ പോയിട്ട് തൊണ്ടാന്ന് പറയാൻ പറ്റില്ല, എവിടെയാണ് നിൽക്കണമെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു എന്നേ വിചാരിച്ചു. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തൊണ്ടയിലൊക്കെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ തല മാക്സിമം താത്തി പിടിക്കുക പറഞ്ഞിട്ട്. അങ്ങനെ ഒരു പോയിന്റ് ഞാൻ ഉപയോഗിച്ചു. കുറേ നേരം അങ്ങനെ താത്തി പിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ പുകയേറിയിട്ട് കുറേ വെള്ളവും കുടിച്ച് അങ്ങനെ പിന്നെ തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒന്ന് സംഭവിച്ചു. ഞാൻ വിചാരിച്ചില്ല, രക്ഷപ്പെട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര ഒരു അതിശയമായിരുന്നു. എൻ്റെയൊക്കെ കണ്ണൊക്കെ തള്ളി, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാക്സിമം തല കുനിച്ചിരുന്നപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ശരിയായി. അപ്പോൾ ഞാൻ വീഡിയോ ഇടുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബോറടിച്ചോന്ന് അറിയില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ലൈഫിൽ എല്ലാ റോൾസും ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സൂപ്പർ വിമൺ, സൂപ്പർ ലേഡി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ തമ്പനയിൽ ആലോചിച്ചിട്ടാണ് ഞാൻ ടോപ്പിക് ഇടുന്നത് ആരെങ്കിലും പറയുമ്പോൾ. അപ്പോൾ ഞാൻ തമ്പനയിലും അങ്ങനെ കൊടുക്കാനായിട്ട് നോക്കാം മാക്സിമം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആകാനായിട്ട് നമ്മൾ എന്താ പറയുക എന്നുള്ളത് ഞാൻ മാറ്റണം വിചാരിച്ചു. അപ്പം നമ്മൾ അങ്ങനെ ഒരു സൂപ്പർ വിമണും സൂപ്പർ ലേഡിയും ആകാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ എല്ലാ റോളും നമ്മൾ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് നമുക്ക് മനസ്സിൽ, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ മനസ്സിലൊരു കാൽക്കുലേഷൻ വേണം. വലിയ രീതിയിലൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ചെറിയൊരു കാൽക്കുലേഷൻ വേണം. അപ്പോൾ നമ്മൾ ആ റോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു അമ്മയാകാം, കുട്ടിയുടെ അമ്മയാകാം, നമ്മൾ അച്ഛൻ്റെ മകളാകാം, ബ്രദറിൻ്റെ സിസ്റ്ററാകാം, അമ്മായിയമ്മയുടെ മരുമകളാകാം. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പുരുഷന്മാർക്കും അങ്ങനെ എല്ലാ റോളുകളും ഉണ്ടാകും. ഞാൻ മൊത്തത്തിലാണ് പറയുന്നത്. ഒരു സൂപ്പർ വിമൺ, സൂപ്പർ ലേഡി എന്നൊക്കെ പറയാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യമേ അങ്ങനെ മനസ്സിൽ കാൽക്കുലേഷൻ ചെയ്തിട്ട് നമ്മൾ അതൊക്കെ ഒരു സാമാന്യ ദേഷ്യമില്ലാത്ത രീതിയിൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. എല്ലാ റോളും നമ്മൾ കീപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ പോലെ മനസ്സിലൊരു കാൽക്കുലേഷൻ വേണം. അപ്പോൾ അങ്ങനെ പിന്നെ മനസ്സ് സന്തോഷമാക്കാനും നമുക്ക് പറ്റും കേട്ടോ. ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ആകുമ്പോൾ നമുക്ക് അവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് ദേഷ്യപ്പെടാതെ കാര്യങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അങ്ങനെ മനസ്സിലൊരു കാൽക്കുലേഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് ദേഷ്യമുണ്ടെങ്കിലും ആരോടും പരാതിയോ പരിഭവമോ അല്ലാന്നുണ്ടെങ്കിൽ ഭർത്താവിനോട് തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടാനോ അങ്ങനെയൊന്നും നമുക്ക് സാധിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാ റോളും സന്തോഷത്തോടെ സന്തോഷമാക്കാൻ എൻ്റെ കാലിൽ എപ്പോഴും എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാവും, കാലിലൊരു റീപ്പറിൻ്റെ ഇത് വന്ന് കൊണ്ടു. അപ്പോൾ എല്ലാ റോളും അങ്ങനെ സന്തോഷത്തോടെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ മനസ്സിൽ കാൽക്കുലേഷനും നമുക്കൊരു ഈസി ആയിട്ട് നമ്മളൊരു വർക്കൗട്ട് ചെയ്യണം കേട്ടോ. എന്തൊക്കെ നമുക്ക് വീട്ടിൽ ജോലി ഉണ്ടെങ്കിലും നമ്മളുടെ വിചാരമൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് ജോലിയാണ് ഏറ്റവും ഭാരിച്ച ജോലി. പിന്നെ ബാക്കി നമ്മൾ അടിച്ചുവാരൽ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, അത് മാത്രം മതി, നമുക്ക് വർക്കൗട്ടൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മളുടെ ചിന്താഗതിയും നമ്മളുടെ പരാതിയും. ആരെങ്കിലും ഇപ്പോൾ ഭർത്താവ് തന്നെ പറയും ഇങ്ങനെയൊക്കെ ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല അല്ലേ. അപ്പോൾ ഞാനും പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം നമ്മൾ ഈ ദേഷ്യപ്പെടുന്നതും
ഇങ്ങനെ ഈ റോളുകളൊന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് വീട്ടിൽ ജോലിയും എന്തൊക്കെ കഴിഞ്ഞാലും നമ്മൾ ഒരു 5-10 മിനിറ്റ് നമ്മളുടെ ബോഡി എക്സസൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ ജിമ്മിൽ പോയിട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പോകുന്നവരൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് അങ്ങനെ ഇപ്പോൾ ജോലി ചെയ്യുന്നവരൊക്കെ അങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ശരി പറയാം. ഞാനിതിപ്പോൾ വീട്ടമ്മമാരെയും അല്ലെങ്കിൽ സാധാരണക്കാരെ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അതൊന്നും പറ്റില്ലല്ലോ, സമയം ഉണ്ടാവില്ല, ഏത് നേരവും നമുക്ക് ജോലിയാണ്. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ എന്തായാലും തയ്യാറാകണം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോഡി എക്സസൈസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ എന്താണ് എയറോബിക് എക്സസൈസ് ചെയ്യാൻ അറിയാം, അങ്ങനെ ചെയ്യുന്നവർ ചെയ്യുക കേട്ടോ. അപ്പം ഞാനതൊന്നും കാണിച്ചു തരുന്നില്ല. ഷോൾഡറിനും വയറിനും അങ്ങനെയൊക്കെ നമ്മൾ ഒരു 5-10 മിനിറ്റ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് മതി കേട്ടോ. നമ്മൾ ഷോൾഡറിനും വയറിനും ഒക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ അറിയുന്നവർ, ഞാൻ ഈ വർക്കൗട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്ത് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാലും ഈ വർക്കൗട്ട് ചെയ്യണം. ഒരു 5 മിനിറ്റ് മതി, അല്ലെങ്കിൽ 2 മിനിറ്റ് നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അറിയാത്തവർ വിഷമിക്കുകയൊന്നും വേണ്ട, വർക്കൗട്ട് ചെയ്യാൻ അറിയാത്തവർ വിഷമിക്കുകയൊന്നും വേണ്ട. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭാരിച്ച ജോലികൾ ചെയ്യുക. അത് എന്താണ് ഭാരിച്ച ജോലി? അടിച്ചുവാരലും തുടയ്ക്കലും ഒന്നുമല്ല കമ്പ് കൊണ്ടുള്ളത്. നമ്മളുടെ ഈ കൈയും കാലും ഒക്കെ വലിയണം. എന്താണ് ആ ഒരു എക്സസൈസിൻ്റെ ഭാഗമായി മാറണം. അതിനെന്താ ചെയ്യുക? ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനൊക്കെ എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട്. ഇപ്പൊന്നും അത് പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായം കുറച്ചായല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ തുണി മുക്കിയിട്ട് ജനലുകളൊക്കെ കൈകൊണ്ട് തന്നെ തുണിയിൽ നല്ലോണം ജനലുകൾ, അത് കതകുകൾ, പിന്നെ അങ്ങനത്തെ ജോലിയൊക്കെ നമ്മൾ ഒരാളെ വെച്ചിട്ടല്ലേ ചെയ്യുന്നവർ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്തതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ കൈ കൊണ്ട് പിന്നെ ജനൽ, കതക്, ഫാന്, അതുപോലെ ഏണി, സ്റ്റെപ്പുള്ളവർ ഏണി വെച്ചിട്ട് ചെറിയ വീഴാതെയൊക്കെ ഫാനുകളൊക്കെ കൈകൊണ്ട് തന്നെ തുടയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും, നമ്മളുടെ ഈ ഷോൾഡർ, പിന്നെ നമ്മളുടെ ബോഡി, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്തി വലിയും. അതുപോലെ തന്നെ ജനലുകളൊക്കെ ആരെ കൊണ്ടൊന്നും നിങ്ങൾ അടപ്പിക്കാൻ നോക്കാതെ, കുറച്ച് വലിച്ചടയ്ക്കുന്ന ജനലുകളാണെങ്കിൽ മാക്സിമം നിങ്ങൾ തന്നെ, ഈ ഗ്ലാസിൻ്റെ ജനലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്തി വലിഞ്ഞൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സസൈസാണ്. ഇതൊന്നും ആർക്കും അറിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബോഡി നമുക്ക് വലിയും. അപ്പം അങ്ങനെ ഭാരിച്ച ജോലി, അങ്ങനെ ഞാനൊരു എക്സാമ്പിളേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഓരോരുത്തരും ചെയ്യുമ്പോൾ, അയ്യോ എന്നോട് പറയാറുണ്ട് കുറേ പേര്, ഇവിടെ ഷോൾഡർ വേദന, അവിടെ അങ്ങനെയാണ്. പക്ഷെ നമുക്ക് കുറച്ചൊക്കെ വേദനിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ നമുക്ക് അനങ്ങാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ അത് വേദനിക്കുന്നത്. അപ്പോൾ കുറേ കഴിയുമ്പോൾ അത് ശരിയായി വരും. ഞാൻ ആ പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പണ്ടാണ്. പക്ഷെ നമ്മൾ ആ വർക്കൗട്ട് ചെയ്ത് അത് മനസ്സിലാക്കി വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. പിന്നെ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യം, അതായത് എയറോബിക്കായിട്ട് ആണെങ്കിലും നമ്മളുടെ ഈ പണികളൊക്കെ ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലേ, ജനൽ തുറക്കുന്ന ഫാന്, അല്ലാതെ നമ്മൾ സെറ്റി, കസേര, അങ്ങനത്തെയൊക്കെ നമ്മൾ മെഷീനൊന്നും അല്ലാതെ നമ്മളുടെ കൈകാലുകൾ കൊണ്ട് തന്നെ, കൈ കൊണ്ട് തന്നെ ചെയ്യുക. കാലിന് ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, തുടയ്ക്കുമ്പോഴൊക്കെ ഈ കോല് മാറ്റി വെച്ചിട്ട് കാല് കൊണ്ടൊക്കെ തുടയ്ക്കുക, 2 കാലും മാറ്റിയിട്ട്. അതുപോലെ ഈ കയ്യിൽ ചെയ്യുമ്പോൾ 2 കൈ കൊണ്ട് ചെയ്യാനൊക്കെ, ഒരു കൈ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞിട്ട് അത്ര പൊടിയും അഴുക്കൊന്നും പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു എക്സസൈസായി ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുമ്പോൾ അത്ര പൊടിയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒന്നരാടം ശരിക്കും പറഞ്ഞാൽ ജനലുകളൊക്കെ തുടച്ച് വിടും, ഒരു പണിയില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഓവറൊന്നും ആകരുത്. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത്, അങ്ങനെ വർക്കൗട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു ബോഡി ഫിഗർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയും നമുക്ക് ബോഡി ഫിഗർ വരും കേട്ടോ. അല്ലാതെ വർക്കൗട്ട് ചെയ്ത് എയറോബിക്സ് എക്സസൈസ് അല്ലെങ്കിൽ ജിമ്മിൽ പോയി അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെ നമുക്ക് ബോഡി ഫിഗർ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ബോഡിക്ക് നല്ല ശക്തി ഉണ്ടാവും, നല്ല എനർജി ഉണ്ടാവും. ആ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേലൊക്കെ നമുക്ക് വിയർക്കും. അതുപോലെ മുഖമൊക്കെ നല്ല വിയർക്കില്ലേ, ആ വിയർക്കുമ്പോൾ തന്നെ നമുക്ക് ആ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പോകുമ്പോൾ തന്നെ നമ്മളുടെ അഴുക്കുകളൊക്കെ പോയി എന്നുള്ളതാണ്. ഈ ബാഡ് എനർജി, ഇത് വിയർപ്പൊക്കെ പോയിട്ട് നല്ലൊരിത് വരും. അതുപോലെ മുഖത്തൊക്കെ നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ. എൻ്റെ കൂടുതലും ഞാൻ ഒന്നും ചെയ്യാറില്ല. ഇങ്ങനെ വിയർപ്പുകൾ എത്രത്തോളം നമുക്ക് വിയർപ്പ് വരുന്നോ അത്രത്തോളം നല്ലതാണ് കേട്ടോ. ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്.
മുഖമൊക്കെ നമ്മൾ വേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ആ ദിവസമൊക്കെ നമ്മൾ കുളിച്ചൊക്കെ വരുമ്പോൾ മുഖത്തിന് തന്നെ നല്ലൊരു പ്രത്യേകത ഉണ്ടാവും. അതുപോലെ അങ്ങനെ ഞാൻ പറഞ്ഞ് കാട് കയറുന്നില്ല. അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതിനുള്ള ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിങ്ങൾ 5-10 മിനിറ്റ്, നിങ്ങൾക്ക് 2 മിനിറ്റ് ആയാലും മതി ഒരു ദിവസം കേട്ടോ. നിങ്ങൾ മാക്സിമം വേറെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിങ്ങനെ എയറോബിക് അറിയാത്തവർ നിങ്ങളിങ്ങനെ തന്നെ ചെയ്യുക. ഇങ്ങനെ ഭാരിച്ച ജോലികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ജോലിക്കാരെയൊക്കെ വീട് പണിക്ക് പോകുന്നവർ, നമ്മൾ തന്നെ വീട്ടിൽ ജോലിക്കുന്ന അവരുടെയൊക്കെ കയ്യും കാലൊക്കെ കണ്ടില്ലേ, നല്ല ഉറച്ച കയ്യും കാലും, അവർക്ക് നല്ലൊരു എനർജി ആയിരിക്കും, നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? അപ്പോൾ അവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കൂലിപ്പണിക്ക് പോകുന്നവരൊക്കെ അവരുടെയൊക്കെ ബോഡിയൊക്കെ നോക്കണം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, അവർക്ക് നമ്മൾ കാശ് കൊടുത്തിട്ട് നമ്മളുടെ ബോഡി നമ്മൾ നശിപ്പിച്ച് കളയുകയാണ്. വീപ്പക്കുറ്റി പോലെ ആയിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ബോഡി ഒരുപാട് വെയിറ്റ് ആയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, എന്നാൽ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ പറ്റിയവർ നിങ്ങൾ തന്നെ എല്ലാ ജോലിയും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബോഡിക്ക് ഒരു സുരക്ഷിതമുണ്ടാകും, അസുഖങ്ങൾ ഉണ്ടായില്ല, ഒരു സൂപ്പർ ലേഡിയാകാം, സൂപ്പർ വുമണാകാം. ഇത് സത്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടി ഇത് കൊണ്ടുപോകുന്നില്ല. ജീവിതത്തിലെ പ്രാക്ടിക്കലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ ലൈഫൊക്കെ എല്ലാം സക്സസ്സായി ദൈവത്തിൻ്റെ ഇതിൽ അങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ജീവിതത്തിലായ കുറേ ദുഃഖങ്ങളും അതൊക്കെ വരും. പക്ഷെ അതും വിചാരിച്ചുകൊണ്ടൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ തന്നെ വിചാരിച്ച് നമ്മൾ സന്തോഷമായിട്ട് പോവുക. അപ്പോൾ നിങ്ങളും അറിയാത്തവർക്ക് അറിയാം എല്ലാവർക്കും, പക്ഷെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഓരോ വീഡിയോയും നിങ്ങൾ പഴയ വീഡിയോ ഒക്കെ കാണുക കേട്ടോ. എല്ലാം ജീവിതത്തിൽ ഉപകാരമായിട്ടുള്ള എൻ്റെ പ്രാക്ടിക്കലും സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പണ്ടും ഇപ്പോഴും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ വായിക്കുകയൊക്കെ ഉണ്ടല്ലോ, അതും നമ്മൾ ഇതിൽ നമ്മളുടെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടവർക്ക് ഒരുപാട് താങ്ക് യു. അപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ ഓരോരുത്തർക്കും ഉണ്ടാകും. അപ്പം നിങ്ങൾ കമൻറ്റ് നിങ്ങൾ മോജോ വഴിയെങ്കിലും അയക്കാൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആരാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി താങ്ക്സ്. അപ്പം നിങ്ങൾ മോജോ വഴിയെങ്കിലും ഒരു കമൻ്റ് ഇടുക. എനിക്ക് സാധാരണ എപ്പോഴും കമൻ്റ് ഇടുന്ന ഒരു കുട്ടിയുണ്ട് കേട്ടോ, അവൾക്ക് ഒരുപാട് താങ്ക് യു. അടുത്ത പ്രാവശ്യം ഞാൻ അത് പേര് മറന്നുപോയി, ചാനലിൻ്റെയൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, നല്ലത് വരട്ടെ. 2025 വിചാരിച്ചിട്ട് 2025 വിചാരിച്ചിട്ട് നിങ്ങൾക്കും എനിക്കും എല്ലാം എന്നെപ്പോലെ ആവണം എല്ലാവരും ഉള്ള ചിന്തയാണ് എനിക്ക്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ. 12 മിനിറ്റൊക്കെ ആയി. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണുക കേട്ടോ. എൻ്റെ വീഡിയോ ബോറടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എവിടെയാണ് തെറ്റ് എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ. ഞാൻ ഓരോ സ്ഥലങ്ങളിൽ വീടിൻ്റെ മുക്കിലും മൂലയിലും വന്ന് എടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലും സൗണ്ടും വേണ്ടേ. എൻ്റെ ഫോണിൽ ഓയാ മൈക്ക് അങ്ങനത്തെ ആ ഒരു മൈക്ക് വെച്ചിട്ട് വർത്തമാനം പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൽ സെറ്റാകുന്നില്ല അത്. അപ്പോൾ ഈ മൊബൈൽ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് ആണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ ഞാൻ 2-3 കാര്യങ്ങളൊക്കെ നോട്ട്സൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് ലെങ്തി ആവും. പക്ഷെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അപ്പോൾ ശരി, ഓക്കെ, ബൈ, ടാറ്റ.